അപ്പോൾ പുതിയ വീട്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത് ടോവിനോ തോമസിൻ്റെ വീട്, അനുപമ പരമേശ്വരൻ്റെ വീട്, പിന്നെ ക്രൈസ്റ്റ് കോളേജ് കേട്ടോ. അപ്പോൾ തൃശ്ശൂരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ശരം വ്ളോഗ്സ്. ചേട്ടാ താണശ്ശേരി പാലം നമ്മളിവിടുന്ന് യാത്ര ആരംഭിക്കുകയാണ്. ടോവിനോ തോമസിൻ്റെ വീട്, പുള്ളമണ്ണി ക്ഷേത്രം. ഓക്കെ, അത്യാവശ്യം സ്പീഡിൽ പോകുന്നു കേട്ടോ. നമ്മൾ താണശ്ശേരി കഴിഞ്ഞ് മനപ്പടി എത്തി. കീഴ്ത്താണി സെൻറ്ററിൽ തറ കേട്ടോ. കീഴ്ത്താണി സെൻറ്റർ ജെ.കെ. സിനിമ സെറ്റ്. അതാണ് ഞങ്ങളുടെ നാട്ടിലെ ആദ്യത്തെ മൾട്ടിപ്ലക്സ്. നമ്മൾ പോകണം. തിയേറ്റർ കഴിഞ്ഞ് നമ്മൾ ഇത് ഇഞ്ഞിലിക്കട്ടിലെത്തിട്ടാ. ഇഞ്ഞിലിക്കട്ടിലെ കുളം ക്ഷേത്രം അവിടെ കേട്ടോ. ഏതാ ഇനി നമുക്ക് പോകേണ്ടത് അനുപമ പരമേശ്വരൻ്റെ വീട്ടിലേക്ക് പോട്ടാ. ഇവിടുന്ന് ഏകദേശം എത്താറായി. ഒരു സ്കൂളുണ്ട്, നാഷണൽ സ്കൂളിൽ. അതിന് തൊട്ടപ്പുറത്തൊരു വഴിയുണ്ട്, അത് ഇവിടെ പോയി എത്തിട്ടാ. നമ്മളിപ്പോൾ ഇത് ചുങ്കത്താറായിട്ടാ. ഈ വീട് കണ്ട, ഈ വീട് ഒരു അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ വീടാട്ടാ. പേര് കാട്ടുകുളം പരമൻ. ആൾക്കാരൊക്കെ അറിയാം, ജസ്റ്റ് പറഞ്ഞോളൂ. ഇത് നാഷണൽ സ്കൂൾ എത്തിയിട്ടാ. അതിൻ്റെ സൈഡ് കൂടെ ഒരു വഴിയിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇവിടെ കിടക്കാണ്. അനുപമ പരമേശ്വരൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകും. അപ്പം നമ്മൾ നടി അനുപമ പരമേശ്വരൻ്റെ വീട് എത്താറായിട്ടാ. ഇപ്പം എത്തും, ഞാൻ കാണിച്ചു തരാം. ഇതാണ് നടി പരമേശ്വരൻ്റെ വീട്. വീടിൻ്റെ പേര് പ്രേമം. ഇത് കളിക്കും. ഇതിനേക്കാൾ നല്ല പേര് കിട്ടാനില്ല. കാരണം പ്രേമത്തിനല്ലേ അനുപമ പരമേശ്വരൻ ഇത്ര ഹിറ്റാക്കിയത്. വീണൊക്കെ അത് എടുക്കുന്നുണ്ട്. ഞങ്ങളിവിടെ തിരിക്കണ്ടാ. അനുപമ പരമേശ്വരനോട് വിട പറയാണ്. പിന്നെ കാണാം. ശരിക്കും കണ്ടോട്ടാ. ഇവിടെ നമ്മൾ നീങ്ങണ്. നമ്മളിന്ന് അമ്പലത്തിൽ പോവാട്ടാ. കൂടുതൽ മാണിക്യം. അമ്പലയുടെ അടുത്താണ്. അതെ, ഈ വളവ് തിരിഞ്ഞാൽ പിന്നെ ഒരു അടുത്തൊരു വളം കൂടിയും, അത് കഴിഞ്ഞാൽ അമ്പലമായി. ഇതേട്ടാ അമ്പലത്തി കൂടൽമാണിക്യം ഭരതസ്വാമി ക്ഷേത്രം. തിരക്കുണ്ടാ. ഞായറാഴ്ച അല്ലേ. ഇത് വണ്ടികളൊക്കെ എടുക്കുന്നുണ്ട് ഇഷ്ടംപോലെ. മഴ പെയ്ത് കണ്ടം ചെളിയുണ്ട്. സൈക്കിളിപ്പ് തൽക്കാലം ഇവിടെ വയ്ക്കാം. ഇനി കുറച്ച് ദൃശ്യങ്ങൾ കാണട്ടാ. ഒന്ന് മണിക്കുന്നുണ്ട്. ഇതേട്ടാ, ഇതാ കാണുന്നതാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കൂത്തമ്പലം കഥകളി നടക്കുന്ന സ്ഥലം. ഓക്കെ,
ഇനി തെക്ക് നടയിൽ നൈവാര്യ സ്മാരകമില്ല കേട്ടോ. തെക്ക് നട ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ നടയിലും ഒരു കുളം ഉണ്ടാവും. അപ്പോൾ മൊത്തം 4 കുളം ഉണ്ട് ഇവിടെ. ഞാൻ ജസ്റ്റ് പടിഞ്ഞാറ് നടലത്തെ കുളം കാണിച്ചു തരാം. നല്ല കുളം കാണിക്കും. കുറേ സമയം അതുകൊണ്ട് കേട്ടോ. നൈവാര്യ സ്മാരക കലാനിലയം. നമ്മളിവിടെ നിന്ന് പടിഞ്ഞാറ് നടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പടിഞ്ഞാറ് നട കേട്ടോ. ഇവിടുത്തെ മരപ്പണിയൊക്കെ ചെയ്ത് പെരുന്തച്ഛനാണ് കേട്ടോ. പെരുന്തച്ഛൻ്റെ കലാവൃത്തിക്ക് ഇവിടെ കാണാം. ഇതൊരു പാലക്കാട് എത്തിയ പോലെ ചെറിയൊരു വീല്. പടിഞ്ഞാറ് നട. ഈ കൂടെ പ്രവേശനം കേട്ടോ. കിഴക്കാണ്ട് കൂടി മാത്രമേ ഉള്ളൂ പ്രവേശനം. ഉണ്ടാ ക്ഷേത്രത്തേക്ക് ഇതിയെ കൂടെ ഈ നടയെ കൂടെ പ്രവേശനമില്ല. ഇതാട്ടാ പടിഞ്ഞാറ് നടയിലെ കുളം. എന്തായാലും നല്ല വൃത്തിവെള്ളം നോക്കുന്നുണ്ട് ഇവിടുത്തെ കമ്മിറ്റിക്കാർ. കമ്മിറ്റില്ല, സോറി, ദേവസ്വം. ഗുരുവായൂർ ദേവസ്വം പോലെ സെപ്പറേറ്റായിട്ടാണ് ഇവിടുത്തെ ദേവസ്വം. അങ്ങനെ ഞാൻ തിരിച്ച് കിഴക്കേ നടയിലെത്തിയിട്ടാ. ഇവിടുത്തെ പുസ്തകശാല ഉണ്ടാ. ഇവിടുത്തെ ചേട്ടനോട് നമുക്ക് സംസാരിക്കും ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച്. ഇത് ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ വെച്ച് പൂജിച്ചിരുന്ന 4 വിഗ്രഹങ്ങളിൽ അത് ഈ ദ്വാരക കടലെടുത്ത് പോയപ്പോൾ കടലിൽ കൂടി വന്ന് നമ്മളുടെ ഈ പടിഞ്ഞാറ ഭാഗത്ത് അടിഞ്ഞിട്ട് അവിടുന്ന് ആ 4 വിഗ്രഹങ്ങളെടുത്ത് പ്രതിഷ്ഠിച്ച് 4 എടുത്തായിട്ട് അതിൽ തൃപ്രയാറ് ശ്രീരാമനെയും ഭരതനെ കൂടൽമാണിക്യത്തിൽ ഇരിങ്ങാലക്കുടയും മൂഴിക്കുളത്ത് ലക്ഷ്മണനെയും പായ്മൽ ശത്രുഘ്നെയും ഇങ്ങനെ 4 എടുത്തായിട്ട് 4 പേരെ പ്രതിഷ്ഠിച്ചതാണ്. അതിൽ ഭാരതത്തിൽ ഈ ഭരതക്ഷേത്രം എന്നുള്ള കൺസെപ്റ്റ് ഇവിടെ മാത്രമേ ഉള്ളൂ. ശരിക്കുള്ള ആ രാമായണത്തിന് പലയിടത്തും ഭരതക്ഷേത്രം കാണുന്നുണ്ട്. പക്ഷെ അതൊക്കെ പിന്നീട് ഇതായതാ. ഈ രാമായണത്തിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ നന്ദിഗ്രാമത്തിൽ 14 വർഷം തപസ് ചെയ്യുന്ന സങ്കല്പത്തിലുള്ള ആ ഒരു ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ മണികെട്ടി പൂജയില്ല, മറ്റേ ഇതില്ല, കർപ്പൂരം ചന്ദനത്തിന് ഉപയോഗിക്കില്ല, പിന്നെ ദീപാരാധന ഇല്ല, വ്യത്യസ്തമായ ഒരു ക്ഷേത്രം. അതെ, മറ്റേ ഉപപ്രതിഷ്ഠകളൊന്നും തന്നെ ഇല്ല. ആകെ തിടപ്പള്ളിലൊരു ഹനുമാന്റെ സങ്കല്പം. അത് ഹനുമാൻ ഇവിടെ വന്ന് പറഞ്ഞു എന്നുള്ളതാണ്. രാവണ യുദ്ധം കഴിഞ്ഞു, സീതാദേവിയെ രക്ഷിച്ചിട്ട് ഭഗവാൻ തിരിച്ചു വരുന്നുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് ആ ഒരു സങ്കല്പത്തിൽ ഹനുമാൻ ഇവിടെ നേദ്യമൊക്കെ ഉണ്ട്, സങ്കല്പമുണ്ട് തിടപ്പള്ളിയിൽ. പിന്നെ കൂടൽമാണിക്യം പേര് വരാൻ കാര്യം ഈ കായംകുളം രാജാവിൻ്റെ ഒരു മാണിക്യം ഇവിടെ മേടിച്ചോണ്ട് വരും. അത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ജ്യോതി, ഭഗവാന്റെ പാദം മുതൽ ശിരസ് വരെ ഒരു ജ്യോതി കണ്ട. അതെന്താണെന്നിങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇത്. അപ്പോൾ മാണിക്കാണോ എന്താണെന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടി അപ്പോൾ ഒരു മാണിക്യം കായംകുളം രാജാവിൻ്റെ വാങ്ങിക്കൊണ്ടുവന്നു. പക്ഷേ കൊടുത്തു വിടുമ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിരുന്നു, എനിക്കിത് മടക്കി തരണം, തരാൻ പറ്റിയില്ലെങ്കിലോ ക്ഷേത്രഭരണം അദ്ദേഹത്തിന് കൊടുത്തോളാമെന്ന് വെച്ച് കൊണ്ടുവന്നു. അന്നത്തെ മേശാന്തിയുടെ കയ്യിൽ പൊതി കൊടുത്തു. അദ്ദേഹം ശ്രീലകത്ത് പോയി പൊതി അഴിച്ചു കഴിഞ്ഞപ്പോൾ എവിടെയാണോ ആ ജ്യോതി കണ്ട അതും ഇതും രണ്ടും അപ്രത്യക്ഷമായി എന്നാ പറയുന്നത്. അങ്ങനെയാണ് കൂടൽമാണിക്യം എന്നുള്ള പേര് വന്നത്. ഈ 4 ക്ഷേത്രത്തില് എത്രാമത്തെ അമ്പലത്? ഇത് രണ്ടാമത്തെ ക്ഷേത്രല്ലേ? 4 ഇതില് രണ്ടാമത്താണ് ഭരതൻ. 3 തിരുമൂഴിക്കുളം ലക്ഷ്മണൻ, 4 പായമ്മൽ ശത്രുഘ്നൻ. 4 കൂടി ഒരു ദിവസം ദർശനം ചെയ്താൽ വളരെ വിശേഷമാണെന്ന് പറഞ്ഞിട്ട് ഈ കർക്കിടക മാസത്തിൽ അത് തുടങ്ങിയത്. അതൊരു 10-22 കൊല്ലം ഞങ്ങളൊക്കെ തന്നെയാണ് അതിൽ ആദ്യം മുൻകൈ എടുത്തത്. ക്ഷേത്രങ്ങളെല്ലാം നന്നായി, ഇത്രയും അധികം അറിയാൻ പറ്റില്ല കാര്യങ്ങൾ. ഇവിടെ ഒരു 25 കൊല്ലമായി ഇപ്പോൾ. അപ്പോൾ താങ്ക്സ് എടുത്ത പറഞ്ഞിട്ടുണ്ട്. ഞാൻ വൈകിട്ട് നാമം ജപിക്കാൻ 2 പുസ്തകം വാങ്ങി വിടുന്നു. ഇരിക്കട്ടെ. എത്ര ചേട്ടാ? 20 രൂപ അല്ലേ ചേട്ടാ? ഈ ബാഗ് എത്രയാ? ഈ ബാഗ് 100 രൂപ. മറ്റേ ഏറ്റവും താഴെ 50. ഇതോടെ എടുത്തോ? കൂടൽമാണിക്യത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ടോവിനോ തോമസിൻ്റെ വീട്ടിൽ കേട്ടോ, ചാൻ്റെ വീട്ടിലേക്ക്. ഓക്കെ, വാ. അപ്പോൾ കൂടൽമാണിക്യത്തോട് ഞാൻ ഇവിടെ പറയുകയാണ്. ഇനി ടോവിനോ തോമസിൻ്റെ വീട്ടിലേക്ക് പോകണം. സ്റ്റാൻഡ് വഴി പോട്ടാ. ഇവിടെ എത്തുമ്പോൾ ഒരു ഹോട്ടലുണ്ടല്ലോ,
വൃന്ദാവൻ പ്യൂർ വെജിറ്റേറിയൻ. എത്താറാവുള്ളൂ. അതേ കാണുന്നു ഹോട്ടൽ വൃന്ദാവൻ പ്യൂർ വെജിറ്റേറിയൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല മസാല ദോശ കഴിക്കട്ടാ. ക്ഷേത്രത്തിനൊക്കെ പോയി കഴിഞ്ഞ് ഇവിടുന്ന് 2 മസാല ദോശ ആയിട്ട് പോയാൽ മതി. ഇനി ആ അമ്പലത്തിൻ്റെ ഒരു ഇതൊക്കെ പോയിട്ടാ, മൂടൊക്കെ പോയി. ഇനി സിറ്റി ഇവിടെ നിന്ന് കാണാട്ടാ. അമ്പലത്തിൻ്റെ കവാടം കാണാം. അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷമാണുള്ളൂ. 1 വർഷമായില്ലെന്ന് തോന്നുന്നു. ജാക്ക ടെക്സ്റ്റൈൽസ് ഇതേ കവാടം. വേറെ ലെവലായിട്ടാണ് കവാടം വന്നപ്പോൾ ഈ ഭാഗം കാണാൻ. ബസ് സ്റ്റാൻഡും കൂടി നല്ലൊരു ഭംഗിയായി. ബസ് സ്റ്റാൻഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. ബസ് സ്റ്റാൻഡ് കട്ടൊക്കെ വിരിച്ചപ്പോൾ ഒന്നുകൂടി മെച്ചപ്പെട്ടു കേട്ടോ. ഇപ്പം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടെ നിന്ന് പോകണം കേട്ടോ. 3 മണി സെൻറ്റർ ഉണ്ടോ. ഇവിടെ നിന്ന് നേരെ പോയാലാണ് ടൗൺ തോമസിൻ്റെ വീട്. തിയേറ്റർ അക്കര മൂവീസ്. പ്രഭ എന്നായിരുന്നു ആദ്യത്തെ പേര്. CID മൂസ രാജമാണിക്കൊക്കെ കളിച്ച തിയേറ്റർ കേട്ടാ. അവിടെ കണ്ടിട്ടുണ്ട് പടങ്ങളൊക്കെ. മറക്കാൻ പറ്റില്ല. അവസാനമായി കണ്ടത് ഏതാ പടം? അയാൾ ഞാൻ തമ്മിലാന്ന് തോന്നുന്നു. അങ്ങനെ കാര്യങ്ങൾ. നമ്മൾ ടൗണിൽ നിന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റിലയൻസ് ഫ്രഷ്. ആ 3 കോടി ജംഗ്ഷൻ ഉണ്ടോ. അവിടെ നിന്ന് തന്നെ വീണ്ടും പോട്ടാ ഇച്ചാൻ്റെ വീട്ടിലേക്ക്. കല്ലട ബാറ് പറഞ്ഞു 3 കോടി ജംഗ്ഷൻ കല്ലട ബാറ്. ഇവിടുന്ന് വീണ്ടും നേരെ പോകണ്ടാ ഇച്ചാൻ്റെ വീട്ടിലേക്ക്. ആ മെട്രോ ഹോസ്പിറ്റലിലേക്കില്ലേ, അതന്നെ സ്ഥലം. അച്ചാച്ചോ മെട്രോ ഹോസ്പിറ്റൽ, മെട്രോ ഹെൽത്ത് കെയർ. ചേട്ടാ ഒരു വളവുണ്ട് ഇപ്പോൾ. അതെ ഇത് കഴിഞ്ഞാൽ നമ്മുടെ ടോവിനോ തോമസിൻ്റെ വീടായി. ഞാൻ ബി ജി എം ഇടല്ലേ, ഓരട്ടം കണ്ട് ബി ജി എം. ഇതാണ് ടോവിനോ തോമസിൻ്റെ വീട്. അവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല, കാരണം അവർ പ്രൈവസി ഉണ്ടാവില്ല അവർക്ക്. ജസ്റ്റ് വീഡിയോ എടുത്തെന്ന് പറഞ്ഞപ്പോൾ എടുത്തു, കാർ മാത്രം ജസ്റ്റ് കാണിച്ചുള്ളൂ. പിന്നെ ചോദിച്ചു ആൾക്ക് പറ്റിയിരിക്കില്ല. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം അങ്ങനെ കാര്യങ്ങൾ കേട്ടോ. അങ്ങനെ കൂടൽമാണിക്യം കഴിഞ്ഞു, ടോവിനോ തോമസിൻ്റെ വീട് കഴിഞ്ഞു. ഇനി നമ്മൾ പോണത് ക്രൈസ്റ്റ് കോളേജ്. നിറത്തിൻ്റെ ഷൂട്ടിങ് നടന്ന കോളേജില്ലേ. നിറം മാത്രമല്ല, ഇഷ്ടം പോലെ സിനിമകളുണ്ട്. പറയുകയാണെങ്കിൽ ഈ പടം ലോലിപോപ്പ്, നിറം, ഇപ്പം ഇത്ര ഓർമ്മ വരുള്ളൂ. വേറെ എനിക്കുണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ഞാൻ അങ്ങോട്ട് പോവാം. അപ്പോൾ ചേട്ടാ ഒരുപാട് മഹാന്മാർ പഠിച്ച ക്രൈസ്റ്റ് കോളേജിൽ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. ഇതല്ല സാധനം, അടുത്ത കോളേജാണ് കോളേജ്. അമ്മോ കയറ്റം വയ്യണ്ടായി. അതെ കയറ്റം കയറി. അമ്മേ ഇതാണ് ആ കോളേജ്. നമുക്ക് ഗേറ്റ് കൂട്ടിയ ഇറങ്ങാൻ പറ്റില്ല, ഇറങ്ങാൻ പറ്റില്ല അല്ലേ?
ഞാൻ ഓണാക്കിണ്ട് ജസ്റ്റ് അങ്ങോട്ട് പോയിട്ട് വന്നാൽ മതി. ഇവിടെ അല്ലേ? ആ താങ്ക് യു. സൂ, OG ബ്ലോക്ക്, ക്രൈസ്റ്റ് ചർച്ച്, ന്യൂ ക്യാൻറ്റീൻ, ലൈബ്രറി, ഇതൊക്കെ ആണെങ്കിൽ വല്ല ഓട്ടോറിക്ഷ വിളിച്ചു കൊണ്ടി വരും. പിന്നെ ഈ ഭാഗം എല്ലാവർക്കും പരിചയം ഉണ്ടാവില്ലേ? ഇനി ഞാൻ മിറംസിന് മേലെ ഷൂട്ടിംഗ് സ്പോട്ട് വെച്ചാട്ടാ. കോളേജിൻ്റെ ഫ്രണ്ട് വ്യൂ കണ്ട അവിടെ ഒരു സീൻ ഉണ്ട്, കണ്ടില്ലേ? അതന്നെ. അന്ന് മഞ്ഞ പെയിൻറ്, ഇന്ന് വെള്ള പെയിൻറ്, അത്ര വ്യത്യാസമുള്ളൂ. നിറം സിനിമയിലെ ആ പ്രായം തമ്മിൽ മോഹൻ നൽകിയ ആ പാട്ടില്ലേ, അതിന് തൊട്ടുമ്പോൾ സീനിൽ ഈ സ്ഥലം കാണിക്കുന്നുണ്ട്. എന്തൊട്ട ക്യാമ്പസ് അല്ലേ, ഇവിടെയൊക്കെ പഠിക്കാൻ പറ്റാത്തത് ഭയങ്കര മോശമായി പോയി, എല്ലാം നഷ്ടമായി തന്നെ. അവിടെ നിന്ന് പതുക്കെ നീങ്ങാണ്. താങ്ക്സ് സാർ. അപ്പോൾ ക്രൈസ്റ്റ് കോളേജിൽ നമ്മൾ ഇറങ്ങാണ്. എന്താ ചെയ്യുക, ഇവിടെയും പിടിക്കാനുള്ള അനുമതി ഇല്ല, ആ സെക്യൂരിറ്റി ഉള്ളത് കൊണ്ട് ജസ്റ്റ് പിടിക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ കഴിഞ്ഞു, ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു കേട്ടോ. നമ്മൾ വീട്ടിലേക്ക് പോണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ നമുക്ക്, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ നമുക്ക്, അതൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ അടുത്തുള്ളിൽ കാണാം. അതുവരേക്കും ബൈ.